ഗുരു ചോദിച്ചു, നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ഷാജഹാനായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയിനിയുടെയോ അല്ലെങ്കിൽ പ്രണേതാവിൻ്റെയോ മരണത്തിനപ്പുറം ഒരു ലോകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ താജ്മഹൽ പണി കഴിപ്പിച്ച് വിഷണ്ണനായി ഇരുന്നിട്ടുണ്ടോ? തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ബാക്കി വെച്ച നിങ്ങളുടെ ജീവിതം വേദനയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? ഒന്നാലോചിച്ചാൽ ഈ സുഖം വേദനയുണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ലേ? പ്രേമം, പ്രണയം ഒക്കെ മനസ്സിൻ്റെ തലത്തിലുള്ള ഏതു സുഖത്തിനും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു വശം ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ശബ്ദകോലാഹലമുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിശബ്ദതയ്ക്ക് പ്രാധാന്യമുള്ളൂ. ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സുഖത്തിന് പ്രാധാന്യമുള്ളൂ. എന്നാൽ ഉണ്മയെ തേടുന്ന ബോധമണ്ഡലത്തിൽ നാം വിഹരിക്കുമ്പോൾ നമ്മുടെ ശാന്തിക്കോ നമ്മുടെ സ്നേഹത്തിനോ സമാധാനത്തിനോ ഒരു മറുവശം വേണ്ടതില്ല എന്നതാണ് സത്യം.